ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അതിനും PSCയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2025 ജൂൺ മാസത്തെ പ്രധാനപ്പെട്ട കറണ്ട് അഫേഴ്സ് ആണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഫസ്റ്റ് വൺ, ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ ആർച്ച് റെയിൽവേ പാലം ഏതാണ്? ജമ്മു കാശ്മീരിലെ റിയാസി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ചെനാബ് പാലമാണ്. ഓക്കെ, ഓർത്തുവെക്കുക. ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ ആർച്ച് റെയിൽവേ പാലമാണ് ജമ്മു കാശ്മീരിലെ റിയാസി ജില്ലയിൽ ചെനാബ് നദിക്ക് കുറുകെ സ്ഥിതി ചെയ്യുന്ന ചെനാബ് പാലം. ഓക്കെ, ഇതിൻ്റെ ആകെ ഉയരം എന്ന് പറയുന്നത് 359 മീറ്ററാണ്, അഥവാ 1178 അടി. ഓക്കെ, ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ ആർച്ച് റെയിൽവേ പാലമാണ് ജമ്മു കാശ്മീരിലെ റിയാസി ജില്ലയിൽ ചെനാബ് നദിക്ക് കുറുകെ സ്ഥിതി ചെയ്യുന്ന ചെനാബ് പാലം. ഇതിൻ്റെ ആകെ ഉയരം എന്ന് പറയുന്നത് 359 മീറ്റർ, അഥവാ 1178 അടിയാണ്. ഓർത്തുവയ്ക്കുക. 2025 ജൂൺ 6 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ ഒരു പാലം രാജ്യത്തിനായി സമർപ്പിച്ചത് എന്നുകൂടി ഓർത്തുവയ്ക്കുക. അപ്പോൾ ഈ ഒരു പാലത്തിൻ്റെ ഉദ്ഘാടനം എന്നായിരുന്നു? 2025 ജൂൺ 6 പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഈ ഒരു പാലം രാജ്യത്തിനായി സമർപ്പിച്ചത് എന്ന് ഓർത്തുവയ്ക്കുക. അപ്പോൾ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ആർച്ച് റെയിൽവേ പാലമാണ് ചെനാബ് പാലം. എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ജമ്മു കാശ്മീരിലെ റിയാസി ജില്ലയിൽ ചെനാബ് നദിക്ക് കുറുകെയാണ് ഈ ഒരു പാലം സ്ഥിതി ചെയ്യുന്നത്. ആകെ ഉയരം എന്ന് പറയുന്നത് 359 മീറ്ററാണ്, അഥവാ 1178 അടി. നെക്സ്റ്റ്, 2025 യുണൈറ്റഡ് നേഷൻസ് പോപ്പുലേഷൻ ഫണ്ട് അഥവാ UNFPA പുറത്തിറക്കിയ റിപ്പോർട്ട് പ്രകാരം ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യം ഏതാണ്? ചൈനയെ പിന്നിലാക്കി ഇന്ത്യയാണ് 1ാം സ്ഥാനത്തെത്തിയിരിക്കുന്നത്. ഓക്കെ, ഓർത്തുവയ്ക്കുക. 2025 യുണൈറ്റഡ് നേഷൻസ് പോപ്പുലേഷൻ ഫണ്ട് പുറത്തിറക്കിയ റിപ്പോർട്ട് പ്രകാരം ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യമാണ് ഇന്ത്യ. 146.39 കോടി ജനങ്ങളാണ് ഇപ്പോൾ ഇന്ത്യയിലുള്ളത്. ഓർത്തുവയ്ക്കുക. 2ാം സ്ഥാനം ചൈനയ്ക്കാണ്. 141.61 കോടി ജനങ്ങളാണ് ചൈനയിലുള്ളത് എന്നും ഓർത്തുവയ്ക്കുക. ഓക്കെ, അപ്പോൾ 2025 യുണൈറ്റഡ് നേഷൻസ് പോപ്പുലേഷൻ ഫണ്ട് പുറത്തിറക്കിയ റിപ്പോർട്ട് പ്രകാരം ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യം ഏതാണ്? ഇന്ത്യയാണ്. 146.39 കോടി ജനങ്ങളാണ് ഇന്ത്യയിലുള്ളത്. 2ാം സ്ഥാനം ചൈനയ്ക്കാണ്. 141.61 കോടി ജനങ്ങളാണ് ചൈനയിലുള്ളത് എന്നും ഓർക്കുക. നെക്സ്റ്റ്, സേവനങ്ങൾ വേഗത്തിൽ മേൽവിലാസത്തിൽ എത്തിക്കാനായി തപാൽ വകുപ്പ് ആവിഷ്കരിച്ച സംവിധാനം ഏതാണ്? ഡിജിപിൻ. സേവനങ്ങൾ വേഗത്തിൽ മേൽവിലാസത്തിൽ എത്തിക്കാനായി തപാൽ വകുപ്പ് ആവിഷ്കരിച്ച സംവിധാനമാണ് ഡിജിപിൻ. ഡിജിറ്റൽ പോസ്റ്റൽ ഇൻഡെക്സ് നമ്പർ എന്നതാണ് ഡിജിപിന്നിൻ്റെ പൂർണ്ണനാമം. ഓക്കെ, ഓർത്തുവയ്ക്കുക. സേവനങ്ങൾ വേഗത്തിൽ മേൽവിലാസത്തിൽ എത്തിക്കാനായി തപാൽ വകുപ്പ് ആവിഷ്കരിച്ച സംവിധാനമാണ് ഡിജിപിൻ. ഡിജിറ്റൽ പോസ്റ്റൽ ഇൻഡെക്സ് നമ്പർ എന്നതാണ് ഡിജിപിന്നിൻ്റെ പൂർണ്ണനാമം. ഓക്കെ, പിൻകോഡ് സമ്പ്രദായം ഇപ്പോൾ ഉള്ളതുപോലെ തന്നെ നമുക്ക് തുടരാവുന്നതാണ്. എന്നാൽ പാഴ്സൽ ഉൾപ്പെടെയുള്ള മറ്റു സേവനങ്ങൾ കൃത്യസ്ഥലത്ത് വേഗത്തിൽ എത്തിക്കാനായി ഡിജിപിൻ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, മാത്രമല്ല പോലീസ്, ആംബുലൻസ്, ഫയർഫോഴ്സ് തുടങ്ങിയ അടിയന്തര സേവനങ്ങൾക്കും ഓൺലൈൻ ഷോപ്പിങ്ങിനും ഈ ഒരു സിസ്റ്റം നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ സേവനങ്ങൾ വേഗത്തിൽ മേൽവിലാസത്തിൽ എത്തിക്കാനായി തപാൽ വകുപ്പ് ആവിഷ്കരിച്ച സംവിധാനം ഏതാണ്? ഡിജിപിന്നാണ്. ഡിജിറ്റൽ പോസ്റ്റൽ ഇൻഡെക്സ് നമ്പർ എന്നതാണ് ഡിജിപിന്നിൻ്റെ പൂർണ്ണനാമം. പിന്നെ ഓർത്തു വെക്കേണ്ട മറ്റൊരു പോയിന്റ്, പിൻകോഡ് എന്ന് പറയുന്നത് ഒരു 6 അക്ക നമ്പറാണ് അല്ലേ? ഡിജിപിൻ എന്ന് പറഞ്ഞാൽ ഒരു 10 അക്ക ആൽഫ ന്യൂമറിക് കോഡാണ് എന്ന് ഓർത്തു വയ്ക്കുക. നെക്സ്റ്റ്, 78ാമത് കാൻ ചലച്ചിത്രമേളയിൽ ഏറ്റവും ഉയർന്ന പുരസ്കാരമായ പാംഡിയോർ പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? ജാഫർ പനാഹി. ഓക്കെ, ഓർത്തുവയ്ക്കുക. ഇറാനിയൻ സംവിധായകനായ ജാഫർ പനാഹിയാണ് 78ാമത് കാൻ ചലച്ചിത്രമേളയിൽ ഏറ്റവും ഉയർന്ന പുരസ്കാരമായ പാംഡിയോർ പുരസ്കാരത്തിന് അർഹനായത്. അദ്ദേഹത്തിൻ്റെ ഇറ്റ് വാസ് ജസ്റ്റ് ആൻ ആക്സിഡൻറ്റ് എന്ന ചലച്ചിത്രത്തിനാണ് പുരസ്കാരം എന്നുകൂടി ഓർത്തുവയ്ക്കുക. ഓക്കെ, 78ാമത് കാൻ ചലച്ചിത്രമേളയിൽ ഏറ്റവും ഉയർന്ന പുരസ്കാരമായ പാംഡിയോർ പുരസ്കാരത്തിന് അർഹനായത് ജാഫർ പനാഹിയാണ്. ഇറാനിയൻ ചലച്ചിത്ര സംവിധായകനാണ്. അദ്ദേഹത്തിൻ്റെ ഇറ്റ് വാസ് ജസ്റ്റ് ആൻ ആക്സിഡൻറ്റ് എന്ന ചലച്ചിത്രത്തിനാണ് പുരസ്കാരം എന്ന് ഓർക്കുക. നെക്സ്റ്റ്,
കവയിത്രിയും പരിസ്ഥിതി പ്രവർത്തകയുമായിരുന്ന സുഗതകുമാരിയുടെ സ്മരണാർത്ഥം ഗാന്ധിഭവൻ ഇന്റർനാഷണൽ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ സുഗതകുമാരി ദേശീയ പരിസ്ഥിതി പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? മിസോറാം മുൻ ഗവർണറും പ്രമുഖ BJP നേതാവുമായ കുമ്മനം രാജശേഖരനാണ്. ഓർത്തുവയ്ക്കുക. കവയിത്രിയും പരിസ്ഥിതി പ്രവർത്തകയുമായിരുന്ന സുഗതകുമാരിയുടെ സ്മരണാർത്ഥം ഗാന്ധി ഭവൻ ഇന്റർനാഷണൽ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ സുഗതകുമാരി ദേശീയ പരിസ്ഥിതി പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? കുമ്മനം രാജശേഖരൻ. നെക്സ്റ്റ്, ഉള്ളൂർ S. പരമേശ്വരയ്യരുടെ പേരിൽ ഏർപ്പെടുത്തിയ 2024 പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? മഞ്ജു വെള്ളായണി. ഉള്ളൂർ S. പരമേശ്വരയ്യരുടെ പേരിൽ ഏർപ്പെടുത്തിയ 2024 പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? മഞ്ജു വെള്ളായണിയാണ്. അദ്ദേഹത്തിൻ്റെ ജലജമന്തികൾ എന്ന കവിതാ സമാഹാരത്തിനാണ് ഈ ഒരു പുരസ്കാരം ലഭിച്ചത് എന്നുകൂടി ഓർത്തുവയ്ക്കുക. ഉള്ളൂർ S. പരമേശ്വരയ്യരുടെ പേരിൽ ഏർപ്പെടുത്തിയ 2024 പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? മഞ്ജു വെള്ളായണിയാണ്. അദ്ദേഹത്തിൻ്റെ ജലജമന്തികൾ എന്ന കവിതാ സമാഹാരത്തിനാണ് ഈ ഒരു പുരസ്കാരം ലഭിച്ചത് എന്ന് ഓർക്കുക. നെക്സ്റ്റ്, മികച്ച പാർലമെൻറ്റേറിയനുള്ള സൻസദ് രത്ന പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? NK പ്രേമചന്ദ്രൻ. മികച്ച പാർലമെൻറ്റേറിയനുള്ള സൻസദ് രത്ന പുരസ്കാരത്തിന് അർഹനായത് NK പ്രേമചന്ദ്രൻ. നെക്സ്റ്റ്, ന്യൂഡൽഹിയിൽ നടക്കുന്ന 2025 ലോക പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൻ്റെ ബ്രാൻഡ് അംബാസിഡർ ആരാണ്? കങ്കണ റണാവത്താണ്. ന്യൂഡൽഹിയിൽ നടക്കുന്ന 2025 ലോക പാരാ അത്ലറ്റ് ചാമ്പ്യൻഷിപ്പിൻ്റെ ബ്രാൻഡ് അംബാസിഡർ കങ്കണ റണാവത്താണെന്ന് ഓർത്തുവയ്ക്കുക. നെക്സ്റ്റ്, സംസ്ഥാനത്തെ ആദ്യ ചിത്രശലഭ സങ്കേതം ആകുന്ന വന്യജീവി സങ്കേതം ഏതാണ്? കണ്ണൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ആറളം വന്യജീവി സങ്കേതമാണ്. ഓർത്തുവയ്ക്കുക. സംസ്ഥാനത്തെ ആദ്യ ചിത്രശലഭ സങ്കേതമാകുന്ന വന്യജീവി സങ്കേതമാണ് കണ്ണൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ആറളം വന്യജീവി സങ്കേതം. സംസ്ഥാനത്ത് ഇതുവരെ കണ്ടെത്തിയ 327 ഇനം ചിത്രശലഭങ്ങളിൽ 266 എണ്ണവും ഇവിടെയാണ് കാണപ്പെടുന്നത്. സംസ്ഥാനത്തെ ആദ്യ ചിത്രശലഭ സങ്കേതമാകുന്ന വന്യജീവി സങ്കേതം ഏതാണ്? കണ്ണൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ആറളം വന്യജീവി സങ്കേതമാണ്. സംസ്ഥാനത്ത് ഇതുവരെ കണ്ടെത്തിയത് ആകെ 327 ഇനം ചിത്രശലഭങ്ങളാണ്. ഇതിൽ 266 ഇനം ചിത്രശലഭങ്ങളും എവിടെയാണ് കാണപ്പെടുന്നത്? ആറളം വന്യജീവി സങ്കേതത്തിലാണ് കാണപ്പെടുന്നത്. 1984 ആറളം വന്യജീവി സങ്കേതം നിലവിൽ വന്നത് എന്നുകൂടി ഓർത്തുവയ്ക്കുക കേട്ടോ. നെക്സ്റ്റ്, മാധ്യമരംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് സംസ്ഥാന സർക്കാർ നൽകുന്ന 2021 സ്വദേശാഭിമാനി കേസരി പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? KG പരമേശ്വരൻ നായർ. 2021 സ്വദേശാഭിമാനി കേസരി പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? KG പരമേശ്വരൻ നായർ. ഇനി 2022 സ്വദേശാഭിമാനി കേസരി പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? ഏഴാച്ചേരി രാമചന്ദ്രൻ. ഏഴാച്ചേരി രാമചന്ദ്രൻ. നെക്സ്റ്റ്, 2023 സ്വദേശാഭിമാനി കേസരി പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? N. അശോകൻ. മാറിപ്പോവരുത്. മാധ്യമരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കാണ് സംസ്ഥാന സർക്കാർ സ്വദേശാഭിമാനി കേസരി പുരസ്കാരം നൽകി വരുന്നത്. 2025 2021 2022 2023 വിജയികളെ തിരഞ്ഞെടുത്തത്. 2021 പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? KG പരമേശ്വരൻ നായരാണ്. ഓർത്തുവയ്ക്കുക. 2022 സ്വദേശാഭിമാനി കേസരി പുരസ്കാരത്തിന് അർഹനായത് ഏഴാച്ചേരി രാമചന്ദ്രനാണ്. 2023 സ്വദേശാഭിമാനി കേസരി പുരസ്കാരത്തിന് അർഹനായത് N. അശോകനാണ്. ഓർത്തുവയ്ക്കുക. 1 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും കാനായി കുഞ്ഞിരാമൻ രൂപകൽപ്പന ചെയ്ത ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. ഓർത്തുവയ്ക്കുക. നെക്സ്റ്റ്, മഞ്ഞുമല വീണ് നാമാവശേഷമായ ആൽപ്സ് പർവ്വതനിരകളുടെ താഴ്വരയിൽ സ്ഥിതി ചെയ്തിരുന്ന ഗ്രാമം ഏതാണ്? ബ്ലാറ്റൺ. ഓർത്തുവയ്ക്കുക. മഞ്ഞുമല വീണ് നാമാവശേഷമായ ആൽപ്സ് പർവ്വതനിരകളുടെ താഴ്വരയിൽ സ്ഥിതി ചെയ്തിരുന്ന ഗ്രാമമാണ് സ്വിറ്റ്സർലാൻഡിലെ ബ്ലാറ്റൺ എന്ന് ഓർത്തുവയ്ക്കുക. നെക്സ്റ്റ്, ഐക്യരാഷ്ട്ര പൊതുസഭയുടെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? ജർമ്മനിക്കാരിയായ അനലീന ബാർബോക്കിനെയാണ്. ഐക്യരാഷ്ട്ര പൊതുസഭയുടെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ജർമ്മനിക്കാരിയായ അനലീന ബാർബോക്കാണെന്ന് ഓർത്തുവയ്ക്കാം. നെക്സ്റ്റ്, സംസ്ഥാനത്തെ ആദ്യ അതിദാരിദ്ര്യമുക്ത നഗരസഭ ഏതാണ്? പാലക്കാട് ജില്ലയിലെ ഷൊർണൂറാണ്. ഓർത്തുവയ്ക്കുക. സംസ്ഥാനത്തെ ആദ്യ അതിദാരിദ്ര്യമുക്ത നഗരസഭയാണ് പാലക്കാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഷൊർണൂർ. നെക്സ്റ്റ്,
ബ്രിട്ടീഷ് രഹസ്യാന്വേഷണ ഏജൻസിയായ MI6 നയിക്കുന്ന ആദ്യ വനിത ആരാണ്? ബ്ലെയ്സ് മെട്രവലി. ബ്രിട്ടീഷ് രഹസ്യാന്വേഷണ ഏജൻസിയായ MI6 നയിക്കുന്ന ആദ്യ വനിതയാണ് ബ്ലെയ്സ് മെട്രവലി. MI6ൻ്റെ 116 വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു വനിത ഈ പദവിയിലെത്തുന്നത്. ഓക്കെ, ഓർത്തുവെക്കുക. ബ്രിട്ടീഷ് രഹസ്യാന്വേഷണ ഏജൻസിയായ MI6 നയിക്കുന്ന ആദ്യ വനിത ആരാണ്? ബ്ലെയ്സ് മെട്രവലിയാണെന്ന് ഓർത്തുവെക്കുക. നെക്സ്റ്റ്, ഇലോൺ മസ്കിൻ്റെ ഇലക്ട്രിക് കാർ നിർമ്മാണ കമ്പനിയായ ടെസ്ലയുടെ ഹ്യൂമനോയിഡ് റോബോട്ട് പദ്ധതിയുടെ തലപ്പത്ത് എത്തിയ ഇന്ത്യക്കാരനായ വ്യക്തി ആരാണ്? അശോക് എള്ളുസ്വാമി. ഓക്കെ, ഓർത്തുവെക്കുക. ഇലോൺ മസ്കിൻ്റെ ഇലക്ട്രിക് കാർ നിർമ്മാണ കമ്പനിയായ ടെസ്ലയുടെ ഹ്യൂമനോയിഡ് റോബോട്ട് പദ്ധതിയുടെ തലപ്പത്ത് എത്തിയ ഇന്ത്യക്കാരനായ വ്യക്തിയാണ് അശോക് എള്ളുസ്വാമി. നെക്സ്റ്റ്, മാലിദ്വീപിൻ്റെ ആഗോള ടൂറിസം അംബാസഡറായി നിയമിതയായത് ആരാണ്? കത്രീന കൈഫ്. മാലിദ്വീപിൻ്റെ ആഗോള ടൂറിസം അംബാസഡറായി നിയമിതയായത് കത്രീന കൈഫാണെന്ന് ഓർത്തുവെക്കുക. നെക്സ്റ്റ്, 2024 കേരള സാഹിത്യ അക്കാദമി അവാർഡിൽ അക്കാദമിയുടെ വിശിഷ്ടാംഗത്വം ലഭിച്ചവർ ആരൊക്കെയാണ്? KV രാമകൃഷ്ണൻ, ഏഴാച്ചേരി രാമചന്ദ്രൻ എന്നിവരാണ്. ഓക്കെ, ഓർത്തുവയ്ക്കുക. 2024 കേരള സാഹിത്യ അക്കാദമി അവാർഡിൽ അക്കാദമിയുടെ വിശിഷ്ടാംഗത്വം ലഭിച്ചവരാണ് KV രാമകൃഷ്ണൻ, ഏഴാച്ചേരി രാമചന്ദ്രൻ എന്നിവർ. ഓക്കെ, ഓർത്തുവയ്ക്കുക. 2024 കേരള സാഹിത്യ അക്കാദമി അവാർഡിൽ കവിതാ വിഭാഗത്തിൽ പുരസ്കാരത്തിന് അർഹയായത് ആരാണ്? അനിത തമ്പി. 2024 കേരള സാഹിത്യ അക്കാദമി അവാർഡിൽ കവിതാ വിഭാഗത്തിൽ പുരസ്കാരത്തിന് അർഹയായത് അനിത തമ്പിയാണ്. അനിത തമ്പിയുടെ മുരിങ്ങ വാഴ കറിവേപ്പ് എന്ന കവിതയ്ക്കാണ് പുരസ്കാരം. ഓക്കെ, ഓർത്തുവയ്ക്കുക. അപ്പോൾ 2024 കേരള സാഹിത്യ അക്കാദമി അവാർഡിൽ കവിതാ വിഭാഗത്തിൽ പുരസ്കാരത്തിന് അർഹയായത് ആരാണ്? അനിത തമ്പിയാണ്. അനിത തമ്പിയുടെ മുരിങ്ങ വാഴ കറിവേപ്പ് എന്ന കവിതയ്ക്കാണ് പുരസ്കാരം. ഇനി 2024 കേരള സാഹിത്യ അക്കാദമി അവാർഡിൽ നോവൽ വിഭാഗത്തിൽ പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? GR ഇന്ദുഗോപൻ. അദ്ദേഹത്തിൻ്റെ ആനോ എന്ന നോവലിനാണ് പുരസ്കാരം. ഓർത്തുവയ്ക്കുക. അദ്ദേഹത്തിൻ്റെ ആനോ എന്ന നോവലിനാണ് പുരസ്കാരം. അതുപോലെ ചെറുകഥാ വിഭാഗത്തിൽ പുരസ്കാരം നേടിയത് ആരാണ്? വി ഷിനിലാലാണ്. ഓക്കെ, വി ഷിനിലാലാണ് ചെറുകഥാ വിഭാഗത്തിൽ പുരസ്കാരം നേടിയത്. അദ്ദേഹത്തിൻ്റെ ഗരിസപ്പ അരുവി അഥവാ ഒരു ജലയാത്ര എന്ന ചെറുകഥയ്ക്കാണ് പുരസ്കാരം. നെക്സ്റ്റ്, ബാലസാഹിത്യം വിഭാഗത്തിൽ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? EN ഷീജയ്ക്കാണ്. EN ഷീജയുടെ അമ്മ മണമുള്ള കനിവുകൾ എന്ന കൃതിക്കാണ് പുരസ്കാരം. ഓക്കെ, ഇനി നാടകം വിഭാഗത്തിൽ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ശശിധരൻ നടുവിലിനാണ്. അദ്ദേഹത്തിൻ്റെ പിത്തള ശലഭം എന്ന നാടകത്തിനാണ് പുരസ്കാരം ലഭിച്ചത്. ജീവചരിത്രം അല്ലെങ്കിൽ ആത്മകഥാ വിഭാഗത്തിൽ പുരസ്കാരം ലഭിച്ചത് ഡോക്ടർ K രാജശേഖരൻ നായരാണ്. അദ്ദേഹത്തിൻ്റെ ഞാൻ എന്ന ഭാവം എന്ന കൃതിക്കാണ് പുരസ്കാരം ലഭിച്ചത്. അതുപോലെ യാത്രാ വിവരണം വിഭാഗത്തിൽ പുരസ്കാരം ലഭിച്ചത് KR അജയൻ. അദ്ദേഹത്തിൻ്റെ ആരോഹണം ഹിമാലയം എന്ന കൃതിക്കാണ് പുരസ്കാരം ലഭിച്ചത്. നെക്സ്റ്റ്, വിവർത്തന സാഹിത്യത്തിനുള്ള പുരസ്കാരം ആർക്കാണ് ലഭിച്ചത്? ചിഞ്ചു പ്രകാശിനാണ്. എൻ്റെ രാജ്യം എൻ്റെ ശരീരം എന്ന കൃതിക്കാണ് പുരസ്കാരം. ഓർത്തുവയ്ക്കുക. നെക്സ്റ്റ്, ഹാസ്യസാഹിത്യത്തിന് പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? നിരഞ്ജനാണ്. ഓക്കെ, കേരളത്തിൻ്റെ മൈതാത്മകത എന്ന കൃതിക്കാണ് പുരസ്കാരം. മികച്ച സാഹിത്യ വിമർശനത്തിനുള്ള പുരസ്കാരം ലഭിച്ചത് G ദിലീപനാണ്. അദ്ദേഹത്തിൻ്റെ രാമായണത്തിൻ്റെ ചരിത്ര സഞ്ചാരങ്ങൾ എന്ന കൃതിക്കാണ് പുരസ്കാരം ലഭിച്ചത് എന്ന് ഓർക്കുക. ഓക്കെ, അപ്പോൾ 2024 കേരള സാഹിത്യ അക്കാദമി അവാർഡിൽ അക്കാദമിയുടെ വിശിഷ്ടാംഗത്വം ലഭിച്ചവരാണ് KV രാമകൃഷ്ണൻ, ഏഴാച്ചേരി രാമചന്ദ്രൻ എന്നിവർ. 2024 കേരള സാഹിത്യ അക്കാദമി അവാർഡിൽ കവിതാ വിഭാഗത്തിൽ പുരസ്കാരത്തിന് അർഹയായത് ആരാണ്? അനിത തമ്പിയാണ്. മുരിങ്ങ വാഴ കറിവേപ്പ് എന്ന കവിതയ്ക്കാണ് പുരസ്കാരം. നോവൽ വിഭാഗത്തിൽ പുരസ്കാരം ലഭിച്ചത് GR ഇന്ദുഗോപനാണ്. ആനോ എന്ന നോവലിനാണ് പുരസ്കാരം ലഭിച്ചത്. ചെറുകഥാ വിഭാഗത്തിൽ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? വി ഷിനിലാലിനാണ്. അദ്ദേഹത്തിൻ്റെ ഗരിസപ്പ അരുവി അഥവാ ഒരു ജലയാത്ര എന്ന കൃതിക്കാണ് പുരസ്കാരം. ബാലസാഹിത്യ വിഭാഗത്തിൽ പുരസ്കാരം ലഭിച്ചത് EN ഷീജയ്ക്കാണ്. അമ്മ മണമുള്ള കനിവുകൾ എന്ന കൃതിക്കാണ് പുരസ്കാരം.
നാടക വിഭാഗത്തിൽ പുരസ്കാരം ലഭിച്ചത് ശശിധരൻ നടുവിലിനാണ്. അദ്ദേഹത്തിൻ്റെ പിത്തളശലഭം എന്ന നാടകത്തിനാണ് പുരസ്കാരം ലഭിച്ചത്. ജീവചരിത്രം അഥവാ ആത്മകഥ വിഭാഗത്തിൽ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഡോക്ടർ കെ രാജശേഖരൻ നായർക്കാണ്. അദ്ദേഹത്തിൻ്റെ ഞാൻ എന്ന ഭാവം എന്ന കൃതിക്കാണ് പുരസ്കാരം. അതുപോലെ യാത്രാ വിവരണം വിഭാഗത്തിൽ പുരസ്കാരം ലഭിച്ചത് കെ ആർ അജയനാണ്. അദ്ദേഹത്തിൻ്റെ ആരോഹണം ഹിമാലയം എന്ന കൃതിക്കാണ് പുരസ്കാരം. നെക്സ്റ്റ് വിവർത്തന സാഹിത്യത്തിനുള്ള പുരസ്കാരം ആർക്കാണ്? ചിഞ്ചു പ്രകാശിനാണ്. എൻ്റെ രാജ്യം എൻ്റെ ശരീരം എന്ന കൃതിക്കാണ് പുരസ്കാരം ലഭിച്ചത്. ഹാസ്യ സാഹിത്യത്തിൽ പുരസ്കാരം ലഭിച്ചത് നിരഞ്ജനാണ്. കേരളത്തിൻ്റെ മൈതാത്മകത എന്ന കൃതിക്കാണ് പുരസ്കാരം. സാഹിത്യ വിമർശനത്തിൽ ജി ദിലീപനാണ് പുരസ്കാരം ലഭിച്ചത്. അദ്ദേഹത്തിൻ്റെ രാമായണത്തിൻ്റെ ചരിത്ര സഞ്ചാരങ്ങൾ എന്ന കൃതിക്കാണ് പുരസ്കാരം എന്നും ഓർക്കുക. നെക്സ്റ്റ്, ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് കിരീടത്തിന് അർഹനായത് ആരാണ്? സ്പെയിൻ താരമായ കാർലോസ് അൽക്കാരസ് ആണ്. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് കിരീടത്തിന് അർഹനായത് സ്പെയിൻ താരമായ കാർലോസ് അൽക്കാരസ് ആണ്. ഫൈനലിൽ ഇറ്റലിയുടെ യാനിക് സിന്നറിനെയാണ് പരാജയപ്പെടുത്തിയത്. ഓക്കെ, ഓർത്തുവയ്ക്കുക. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് കിരീടത്തിന് അർഹനായത് സ്പെയിൻ താരമായ കാർലോസ് അൽക്കാരസ് ആണ്. ഫൈനലിൽ ഇറ്റാലിയൻ താരമായ യാനിക് സിന്നറിനെയാണ് പരാജയപ്പെടുത്തിയത് എന്നുകൂടി ഓർത്തുവയ്ക്കുക. നെക്സ്റ്റ്, ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് വനിതാ സിംഗിൾസ് കിരീടത്തിന് അർഹയായത് ആരാണ്? അമേരിക്കക്കാരിയായ കൊക്കോ ഗാഫാണ്. ഓക്കെ, ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് വനിതാ സിംഗിൾസ് കിരീടത്തിന് അർഹയായത് അമേരിക്കൻ താരമായ കൊക്കോ ഗാഫാണ്. ഫൈനലിൽ ബലാറസ് താരമായ ആര്യാന സെബലങ്കയാണ് കൊക്കോ ഗാഫ് പരാജയപ്പെടുത്തിയത് എന്നുകൂടി ഓർത്തുവയ്ക്കുക. ഓക്കെ, അപ്പോൾ ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് കിരീടത്തിന് അർഹനായത് കാർലോസ് അൽക്കാരസ് ആണ്. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് വനിതാ സിംഗിൾസ് കിരീടത്തിന് അർഹയായത് അമേരിക്കൻ താരമായ കൊക്കോ ഗാഫാണെന്ന് ഓർത്തുവയ്ക്കുക. നെക്സ്റ്റ്, നാവികസേനയുടെ INS തരിണി എന്ന പായ്വഞ്ചിയിൽ ലോകം ചുറ്റി തിരിച്ചെത്തിയ ആദ്യ ഇന്ത്യൻ വനിതകൾ ആരൊക്കെയാണ്? കോഴിക്കോടുകാരിയായ ലഫ്റ്റനൻറ്റ് കമാൻഡർ കെ ദിൽന, പുതുച്ചേരിക്കാരിയായ ലഫ്റ്റനൻറ്റ് കമാൻഡർ രൂപ എ. ഓക്കെ, ഓർത്തു വയ്ക്കുക. നാവികസേനയുടെ INS തരിണി എന്ന പായ്വഞ്ചിയിൽ ലോകം ചുറ്റി തിരിച്ചെത്തിയ ആദ്യ ഇന്ത്യൻ വനിതകൾ ആരൊക്കെയാണ്? കോഴിക്കോട് നിന്നുള്ള ലഫ്റ്റനൻറ്റ് കമാൻഡർ കെ ദിൽന, അതുപോലെ പുതുച്ചേരിയിൽ നിന്നുള്ള ലഫ്റ്റനൻറ്റ് കമാൻഡർ രൂപ എ എന്നിവരാണ്. ഓക്കെ, ഓർത്തു വയ്ക്കുക. നെക്സ്റ്റ്, 72ാമത് ലോകസുന്ദരിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? തായ്ലൻഡുകാരിയായ ഒപാൽ സുജാത ചോങ്സി. ഓക്കെ, ഓർത്തുവയ്ക്കുക. 72ാമത് ലോകസുന്ദരിയായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് തായ്ലൻഡുകാരിയായ ഒപാൽ സുജാത ചോങ്സി. ഇന്ത്യയിലെ ഹൈദരാബാദിൽ വെച്ചാണ് മിസ് വേൾഡ് മത്സരം നടന്നത്. ഓക്കെ, ഓർത്തുവയ്ക്കുക. അപ്പോൾ 72ാമത് ലോകസുന്ദരിയായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് തായ്ലൻഡുകാരിയായ ഒപാൽ സുജാത ചോങ്സി. 72ാമത് മിസ് വേൾഡ് മത്സരം നടന്നത് എവിടെ വെച്ചായിരുന്നു? ഇന്ത്യയിലെ ഹൈദരാബാദിൽ വെച്ചായിരുന്നു. ഈ ഒരു നേട്ടം കൈവരിക്കുന്ന, അതായത് ലോകസുന്ദരിയായി തിരഞ്ഞെടുക്കുന്ന ആദ്യത്തെ തായ് വനിതയാണ് ഒപാൽ സുജാത ചോങ്സി. ഓക്കെ, ഓർത്തുവയ്ക്കുക. അപ്പോൾ 72ാമത് ലോകസുന്ദരിയായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് തായ്ലൻഡുകാരിയായ ഒപാൽ സുജാത ചോങ്സി. വേദി ഇന്ത്യയിലെ ഹൈദരാബാദ് ആയിരുന്നു. അതുപോലെ ഈ ഒരു നേട്ടം കൈവരിക്കുന്ന ആദ്യത്തെ തായ്ലൻഡുകാരിയാണ് ഒപാൽ സുജാത ചോങ്സി. നെക്സ്റ്റ്, അടുത്തിടെ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് എത്തിയ ലോകത്തെ ഏറ്റവും വലിയ ചരക്കു കപ്പൽ ഏതാണ്? MSC ഐറീന. അടുത്തിടെ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെത്തിയ ലോകത്തെ ഏറ്റവും വലിയ ചരക്കു കപ്പൽ ഏതാണ്? MSC ഐറീന. നെക്സ്റ്റ്, 2025 ഐക്യരാഷ്ട്രസഭയുടെ 3ാം സമുദ്ര ഉച്ചകോടിയുടെ വേദി എവിടെയാണ്? ഫ്രാൻസിലെ നീസാണ്. ഓക്കെ, ഓർത്തുവയ്ക്കുക. 2025 ഐക്യരാഷ്ട്രസഭയുടെ 3ാം സമുദ്ര ഉച്ചകോടിയുടെ വേദിയാണ് ഫ്രാൻസിലെ നീസ്. നെക്സ്റ്റ്, ഇറാനെതിരെ ഇസ്രായേൽ ആരംഭിച്ച സൈനിക നടപടി ഏതാണ്? ഓപ്പറേഷൻ റൈസിംഗ് ലയൺ. ഇറാനെതിരെ ഇസ്രായേൽ ആരംഭിച്ച സൈനിക നടപടിയാണ് ഓപ്പറേഷൻ റൈസിംഗ് ലയൺ. ഓക്കെ. നെക്സ്റ്റ്, അടുത്തിടെ ഇന്ത്യയുടെ G20 ഷെർപ്പ സ്ഥാനത്തു നിന്ന് രാജിവെച്ച വ്യക്തി ആരാണ്? അമിതാഭ് കാന്ത്. അടുത്തിടെ ഇന്ത്യയുടെ G20 ഷെർപ്പ സ്ഥാനത്തു നിന്ന് രാജിവെച്ച വ്യക്തിയാണ് അമിതാഭ് കാന്ത്. നെക്സ്റ്റ്, ഇസ്രായേൽ ഇറാൻ യുദ്ധം രൂക്ഷമായതോടെ ഇറാനിൽ നിന്നും ഇസ്രായേലിൽ നിന്നും ഇന്ത്യക്കാരെ തിരികെ എത്തിക്കാൻ കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച ദൗത്യം ഏതാണ്? ഓപ്പറേഷൻ സിന്ധു. ഓർത്തുവയ്ക്കുക. ഇസ്രായേൽ ഇറാൻ യുദ്ധം രൂക്ഷമായതോടെ ഇറാനിൽ നിന്നും ഇസ്രായേലിൽ നിന്നും ഇന്ത്യക്കാരെ തിരികെ എത്തിക്കാൻ കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച ദൗത്യമാണ് ഓപ്പറേഷൻ സിന്ധു. നെക്സ്റ്റ്,
നാവികസേനയുടെ ആദ്യത്തെ ആൻറ്റി സബ്മറൈൻ വാർഫെയർ ഷാലോ വാട്ടർ ക്രാഫ്റ്റ് ഏതാണ്? അർനാല. ഓർത്തുവയ്ക്കുക, നാവികസേനയുടെ ആദ്യത്തെ ആൻറ്റി സബ്മറൈൻ വാർഫെയർ ഷാലോ വാട്ടർ ക്രാഫ്റ്റാണ് അർനാല. നെക്സ്റ്റ്, ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യം വെച്ചുള്ള US-ൻ്റെ രഹസ്യ ദൗത്യം ഏതാണ്? ഓപ്പറേഷൻ മിഡ് നൈറ്റ് ഹാമർ. ഓക്കെ, ഓർത്തുവയ്ക്കുക, ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യം വെച്ചുള്ള US-ൻ്റെ രഹസ്യ ദൗത്യമാണ് ഓപ്പറേഷൻ മിഡ് നൈറ്റ് ഹാമർ. നെക്സ്റ്റ്, ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങളിൽ US നടത്തിയ ഓപ്പറേഷൻ മിഡ് നൈറ്റ് ഹാമറിന് തിരിച്ചടിയായി ഇറാൻ നടത്തിയ ഓപ്പറേഷൻ ഏതാണ്? ഓപ്പറേഷൻ ബഷായർ അൽഫത്ത്. ഓക്കെ, ഓർത്തുവയ്ക്കുക. അപ്പോൾ ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യം വെച്ച് US-ൻ്റെ രഹസ്യ ദൗത്യമായിരുന്നു ഓപ്പറേഷൻ മിഡ് നൈറ്റ് ഹാമർ. എന്നാൽ US നടത്തിയ ഓപ്പറേഷൻ മിഡ് നൈറ്റ് ഹാമറിന് തിരിച്ചടിയായി ഇറാൻ നടത്തിയ ഓപ്പറേഷനായിരുന്നു ഓപ്പറേഷൻ ബഷായർ അൽഫത്ത്. ഓക്കെ, ഓർത്തുവയ്ക്കുക. ഈ ഒരു വാക്കിൻ്റെ അർത്ഥം എന്താണ്? വിജയത്തിൻ്റെ ശുഭവാർത്ത എന്നാണ്. അതായത് ബഷായർ അൽഫത്ത് എന്ന വാക്കിൻ്റെ അർത്ഥം വിജയത്തിൻ്റെ ശുഭവാർത്ത എന്നാണെന്ന് കൂടി ഓർത്തുവയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യം വെച്ച് US-ൻ്റെ രഹസ്യ ദൗത്യമായിരുന്നു ഓപ്പറേഷൻ മിഡ് നൈറ്റ് ഹാമർ. US-ൻ്റെ ഓപ്പറേഷൻ മിഡ് നൈറ്റ് ഹാമറിന് തിരിച്ചടിയായി ഇറാൻ നടത്തിയ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ ബഷായർ അൽഫത്ത്. ഈ ഒരു ബഷായർ അൽഫത്ത് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? വിജയത്തിൻ്റെ ശുഭവാർത്ത എന്നാണെന്ന് കൂടി ഓർത്തുവയ്ക്കുക. നെക്സ്റ്റ്, അടുത്തിടെ ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ പ്രാരംഭഘട്ടത്തിൽ, അതായത് ഏകദേശം 5300 വർഷം പഴക്കമുള്ള ജനവാസ കേന്ദ്രം കണ്ടെത്തിയത് എവിടെയാണ്? ഗുജറാത്തിലെ കച്ച് ജില്ലയിലെ ലഗബാർ എന്ന ഗ്രാമത്തിലാണ്. ഓക്കെ, ഓർത്തുവയ്ക്കുക, അടുത്തിടെ ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ പ്രാരംഭഘട്ടത്തിൽ ഏകദേശം 5300 വർഷം പഴക്കമുള്ള ജനവാസ കേന്ദ്രം കണ്ടെത്തിയത് എവിടെയാണ്? ഗുജറാത്തിലെ കച്ച് ജില്ലയിലെ ലഗബാർ എന്ന ഗ്രാമത്തിലാണെന്ന് ഓർത്തുവയ്ക്കുക. കേരള സർവകലാശാലയിൽ നിന്നുള്ള ഗവേഷക സംഘമാണ് ഈ ഒരു കണ്ടെത്തലിന് പിന്നിൽ എന്നുകൂടി ഓർത്തുവയ്ക്കുക കേട്ടോ. ഓക്കെ, ഓർത്തുവയ്ക്കുക. അപ്പോൾ അടുത്തിടെ ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ പ്രാരംഭഘട്ടത്തിൽ ഏകദേശം 5300 വർഷം പഴക്കമുള്ള ജനവാസ കേന്ദ്രം കണ്ടെത്തിയത് എവിടെയാണ്? ലഗബാർ ഗ്രാമത്തിലാണ്. ഈ ഒരു ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്തിലെ കച്ച് ജില്ലയിലാണ്. അതുപോലെ കേരള സർവകലാശാലയിൽ നിന്നുള്ള ഗവേഷക സംഘമാണ് ഈ ഒരു കണ്ടെത്തലിന് പിന്നിൽ എന്നുകൂടി ഓർത്തുവയ്ക്കുക. നെക്സ്റ്റ്, 2025 കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ യുവസാഹിത്യ പുരസ്കാരത്തിന് മലയാളത്തിൽ നിന്ന് അർഹനായത് ആരാണ്? അഖിൽ പി ധർമ്മജൻ. ഓക്കെ, 2025 കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ യുവസാഹിത്യ പുരസ്കാരത്തിന് മലയാളത്തിൽ നിന്ന് അർഹനായത് ആരാണ്? അഖിൽ പി ധർമ്മജനാണ്. അദ്ദേഹത്തിൻ്റെ റാം കെയർ ഓഫ് ആനന്ദി എന്ന നോവലിനാണ് പുരസ്കാരം. ഓക്കെ, അപ്പോൾ 2025 കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ യുവസാഹിത്യ പുരസ്കാരത്തിന് മലയാളത്തിൽ നിന്ന് അർഹനായത് ആരാണ്? അഖിൽ പി ധർമ്മജനാണ്. അദ്ദേഹത്തിൻ്റെ റാം കെയർ ഓഫ് ആനന്ദി എന്ന പുരസ്കാരത്തിനാണ് എന്ന കൃതിക്കാണ് പുരസ്കാരം. ഓക്കെ, ഓർത്തുവയ്ക്കുക. നെക്സ്റ്റ്, 2025 കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ബാലസാഹിത്യ പുരസ്കാരത്തിന് മലയാളത്തിൽ നിന്ന് അർഹനായത് ആരാണ്? ശ്രീജിത്ത് മൂത്തേടത്ത്. ഓക്കെ, അദ്ദേഹത്തിൻ്റെ പെൻഗ്വിനുകളുടെ വൻകരയിൽ എന്ന കൃതിക്കാണ് പുരസ്കാരം. ഓക്കെ, അപ്പോൾ 2025 കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ യുവസാഹിത്യ പുരസ്കാരത്തിന് മലയാളത്തിൽ നിന്ന് അർഹനായത് അഖിൽ പി ധർമ്മജൻ. അദ്ദേഹത്തിൻ്റെ റാം കെയർ ഓഫ് ആനന്ദി എന്ന കൃതിക്കാണ് പുരസ്കാരം. അതുപോലെ ബാലസാഹിത്യ പുരസ്കാരത്തിന് മലയാളത്തിൽ നിന്ന് അർഹനായത് ശ്രീജിത്ത് മൂത്തേടത്താണ്. അദ്ദേഹത്തിൻ്റെ പെൻഗ്വിനുകളുടെ വൻകരയിൽ എന്ന കൃതിക്കാണ് പുരസ്കാരം. ഓക്കെ, മറന്നു പോകരുത്. നെക്സ്റ്റ്, 2025 G7 ഉച്ചകോടിയുടെ വേദി എവിടെയാണ്? കാനഡയിലാണ്. ഓക്കെ, ഓർത്തുവയ്ക്കുക, 2025 G7 ഉച്ചകോടിയുടെ വേദി എവിടെയാണ്? കാനഡയിലാണ്. നെക്സ്റ്റ്, തിരുവനന്തപുരം ജില്ലയിലെ ആദ്യ വനിതാ എക്സൈസ് ഇൻസ്പെക്ടറായി ചുമതലയേറ്റത് ആരാണ്? സി രചന. തിരുവനന്തപുരം ജില്ലയിലെ ആദ്യ വനിതാ എക്സൈസ് ഇൻസ്പെക്ടറായി ചുമതലയേറ്റത് സി രചന. നെക്സ്റ്റ്, സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ കുട്ടികൾക്കായി ആരംഭിക്കുന്ന ഇൻ്റർനെറ്റ് റേഡിയോ ഏതാണ്? റേഡിയോ നെല്ലിക്ക. സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ കുട്ടികൾക്കായി ആരംഭിക്കുന്ന ഇൻ്റർനെറ്റ് റേഡിയോ ആണ് റേഡിയോ നെല്ലിക്ക. കുട്ടികൾക്കിടയിലെ മാനസിക സംഘർഷങ്ങൾ, ലഹരി, സൈബർ ഇടങ്ങളിലെ ചതിക്കുഴികൾ, ആത്മഹത്യ, സോഷ്യൽ മീഡിയ അഡിക്ഷൻ തുടങ്ങിയവ വർദ്ധിച്ചു വരുന്ന സാഹചര്യം പരിഗണിച്ചാണ് ഈ ഒരു പദ്ധതി നടപ്പിലാക്കുന്നത്. ഓക്കെ, മറന്നു പോകരുത്. സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ കുട്ടികൾക്കായി ആരംഭിക്കുന്ന ഇൻ്റർനെറ്റ് റേഡിയോ ആണ് റേഡിയോ നെല്ലിക്ക. കുട്ടികൾക്കിടയിലെ മാനസിക സംഘർഷങ്ങൾ, സൈബർ ഇടങ്ങളിലെ ചതിക്കുഴികൾ, ലഹരി, ആത്മഹത്യ, സോഷ്യൽ മീഡിയ അഡിക്ഷൻ തുടങ്ങിയവ വർദ്ധിച്ചു വരുന്ന സാഹചര്യം പരിഗണിച്ചുകൊണ്ടാണ് ഈ ഒരു പദ്ധതി
നടപ്പിലാക്കാൻ പോകുന്നത് എന്ന് ഓർത്തുവയ്ക്കുക. നെക്സ്റ്റ്, ദക്ഷിണ വ്യോമ കമാൻഡ് മേധാവിയായി ചുമതലയേറ്റത് ആരാണ്? മനീഷ് ഖന്ന. ഓർത്തുവയ്ക്കുക, ദക്ഷിണ വ്യോമ കമാൻഡ് മേധാവിയായി ചുമതലയേറ്റത് മനീഷ് ഖന്ന. നെക്സ്റ്റ്, ഇരുട്ടിലും കാഴ്ച സാധ്യമാക്കുന്ന ഇൻഫ്രാറെഡ് കോണ്ടാക്ട് ലെൻസുകൾ വികസിപ്പിച്ച രാജ്യം ഏതാണ്? ചൈനയാണ്. ഓക്കെ, ഓർത്തുവയ്ക്കുക, ഇരുട്ടിലും കാഴ്ച സാധ്യമാക്കുന്ന ഇൻഫ്രാറെഡ് കോണ്ടാക്ട് ലെൻസുകൾ വികസിപ്പിച്ച രാജ്യമാണ് ചൈന. നെക്സ്റ്റ്, ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷൻ്റെ അതായത് എയ്മയുടെ അക്ഷരമുദ്ര പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? ചലച്ചിത്ര ഗാനരചയിതാവായ ശ്രീകുമാരൻ തമ്പിയാണ്. ഓക്കെ, ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷൻ്റെ അതായത് എയ്മയുടെ അക്ഷരമുദ്ര പുരസ്കാരത്തിന് അർഹനായ വ്യക്തിയാണ് ഗാനരചയിതാവായ ശ്രീകുമാരൻ തമ്പി. 50,000 രൂപയും ഫലകവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം എന്ന് ഓർത്തുവയ്ക്കുക. നെക്സ്റ്റ്, കുറ്റകൃത്യങ്ങളിൽപ്പെട്ട കുട്ടികൾക്ക് കരുതലും മാനസിക പിന്തുണയും നൽകുന്ന പദ്ധതി ഏതാണ്? കാവൽ. കുറ്റകൃത്യങ്ങളിൽപ്പെട്ട കുട്ടികൾക്ക് കരുതലും മാനസിക പിന്തുണയും നൽകുന്ന പദ്ധതിയാണ് കാവൽ. നെക്സ്റ്റ്, കേൾവി പരിമിതരായ സ്കൂൾ വിദ്യാർത്ഥികൾക്കായി പ്രത്യേക പാഠപുസ്തകം തയ്യാറാക്കുന്ന സംസ്ഥാനം ഏതാണ്? കേരളമാണ്. കേരളം. കേൾവി പരിമിതരായ സ്കൂൾ വിദ്യാർത്ഥികൾക്കായി പ്രത്യേക പാഠപുസ്തകം തയ്യാറാക്കുന്ന സംസ്ഥാനമാണ് കേരളം. നെക്സ്റ്റ്, കേരളത്തിലെ അമ്മമാരിൽ കാണപ്പെടുന്ന പ്രസവാനന്തര വിഷാദം പരിഹരിക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ള പദ്ധതി ഏതാണ്? അമ്മ മനസ്സ്. കേരളത്തിലെ അമ്മമാരിൽ കാണപ്പെടുന്ന പ്രസവാനന്തര വിഷാദം പരിഹരിക്കാൻ ലക്ഷ്യമിട്ടുള്ള പദ്ധതിയാണ് അമ്മ മനസ്സ്. നെക്സ്റ്റ്, ഇന്ത്യയുടെ ആദ്യ അണ്ടർ വാട്ടർ മ്യൂസിയവും കൃത്രിമ പവിഴപ്പുറ്റും നിലവിൽ വരുന്നത് എവിടെയാണ്? മഹാരാഷ്ട്രയിലാണ്. ഓക്കെ, ഓർത്തുവയ്ക്കുക, ഇന്ത്യയുടെ ആദ്യ അണ്ടർ വാട്ടർ മ്യൂസിയവും കൃത്രിമ പവിഴപ്പുറ്റും നിലവിൽ വരുന്നത് എവിടെയാണ്? മഹാരാഷ്ട്രയിലാണെന്ന് ഓർത്തുവയ്ക്കുക. നെക്സ്റ്റ്, കേന്ദ്ര സർക്കാരിൻ്റെ ഏറ്റവും പുതിയ സർവേ പ്രകാരം കേരളത്തിൻ്റെ കടൽ തീരത്തിൻ്റെ ദൈർഘ്യം എത്രയാണ്? 600.15 കിലോമീറ്റർ. ഓക്കെ, ഓർത്തുവയ്ക്കുക, കേന്ദ്ര സർക്കാരിൻ്റെ ഏറ്റവും പുതിയ സർവേ പ്രകാരം കേരളത്തിൻ്റെ കടൽ തീരത്തിൻ്റെ ദൈർഘ്യം എത്രയാണ്? 600.15 കിലോമീറ്റർ ആണ്. ഇതിനു മുൻപ് 590 കിലോമീറ്റർ ആയിരുന്നു. PSCയുടെ ഉത്തരസൂചികയിൽ 580 കിലോമീറ്റർ എന്നും കാണാറുണ്ട്. അപ്പോൾ പുതിയ കണക്ക് പ്രകാരം, അതായത് കേന്ദ്ര സർക്കാരിൻ്റെ ഏറ്റവും പുതിയ സർവേ പ്രകാരം കേരളത്തിൻ്റെ കടൽ തീരത്തിൻ്റെ ദൈർഘ്യം എത്രയാണ്? 600.15 കിലോമീറ്റർ ആണെന്ന് ഓർത്തുവയ്ക്കുക. ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ്, 2026 ഏഷ്യൻ ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണ്? ജപ്പാൻ. ഓക്കെ, ഓർത്തുവയ്ക്കുക, 2026 ഏഷ്യൻ ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യമാണ് ജപ്പാൻ. നെക്സ്റ്റ്, കാർഷിക മേഖലയിലെ ആധുനികവൽക്കരണവും സ്ത്രീ കർഷകർക്ക് സുസ്ഥിര വരുമാനം സൃഷ്ടിക്കലും ലക്ഷ്യമിട്ട് കുടുംബശ്രീ നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ്? KTAP അഥവാ കുടുംബശ്രീ ടെക്നോളജി അഡ്വാൻസ്മെൻറ്റ് പ്രോഗ്രാം. ഓക്കെ, ഓർത്തുവയ്ക്കുക, കാർഷിക മേഖലയിലെ ആധുനികവൽക്കരണവും സ്ത്രീ കർഷകർക്ക് സുസ്ഥിര വരുമാനം സൃഷ്ടിക്കലും ലക്ഷ്യമിട്ട് കുടുംബശ്രീ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് KTAP. കുടുംബശ്രീ ടെക്നോളജി അഡ്വാൻസ്മെൻറ്റ് പ്രോഗ്രാം എന്നാണ് KTAP എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ്, 2025 ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ പ്രമേയം ഏതാണ്? പ്ലാസ്റ്റിക് മലിനീകരണം അവസാനിപ്പിക്കുക. ഓക്കെ, 2025 ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ പ്രമേയമാണ് പ്ലാസ്റ്റിക് മലിനീകരണം അവസാനിപ്പിക്കുക. ലോക പരിസ്ഥിതി ദിനം എന്നാണ്? ജൂൺ 5 അല്ലേ? ഓർത്തുവയ്ക്കുക. അപ്പോൾ 2025 ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ പ്രമേയമാണ് പ്ലാസ്റ്റിക് മലിനീകരണം അവസാനിപ്പിക്കുക. ലോക പരിസ്ഥിതി ദിനം ജൂൺ 5 ഓർക്കുക. നെക്സ്റ്റ്, 2025 ലോക പരിസ്ഥിതി ദിനത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ്? റിപ്പബ്ലിക് ഓഫ് കൊറിയ. ഇമ്പോർട്ടൻ്റ് ആണ്. 2025 ലോക പരിസ്ഥിതി ദിനത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ്? റിപ്പബ്ലിക് ഓഫ് കൊറിയയാണ്. ഓക്കെ, അപ്പോൾ ലോക പരിസ്ഥിതി ദിനം എന്നായിരുന്നു? ജൂൺ 5 എന്ന് ഓർത്തുവയ്ക്കാം. ഇനി നെക്സ്റ്റ്, 2025 ലോക ഭക്ഷ്യസുരക്ഷാ ദിനത്തിൻ്റെ പ്രമേയം എന്താണ്? സുരക്ഷിത ഭക്ഷണം ആരോഗ്യമുള്ള നാളെ. ഓക്കെ, ഓർത്തുവയ്ക്കുക, 2025 ലോക ഭക്ഷ്യസുരക്ഷാ ദിനത്തിൻ്റെ പ്രമേയം സുരക്ഷിത ഭക്ഷണം ആരോഗ്യമുള്ള നാളെ. ഇനി ലോക ഭക്ഷ്യസുരക്ഷാ ദിനം എന്നാണ്? ജൂൺ 7 അപ്പോൾ ജൂൺ 5 ലോക പരിസ്ഥിതി ദിനം, ജൂൺ 7 ലോക ഭക്ഷ്യസുരക്ഷാ ദിനം. ഓക്കെ, അപ്പോൾ ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ പ്രമേയം എന്തായിരുന്നു? പ്ലാസ്റ്റിക് മലിനീകരണം അവസാനിപ്പിക്കുക. ലോക ഭക്ഷ്യസുരക്ഷാ ദിനത്തിൻ്റെ പ്രമേയം എന്തായിരുന്നു? സുരക്ഷിത ഭക്ഷണം ആരോഗ്യമുള്ള നാളെ. ഓക്കെ, നെക്സ്റ്റ്, 2025 അന്താരാഷ്ട്ര യോഗാ ദിനത്തിൻ്റെ പ്രമേയം എന്താണ്? ഒരു ഭൂമിക്ക് ഒരു ആരോഗ്യത്തിന് യോഗ.
ഓക്കെ, 2025 അന്താരാഷ്ട്ര യോഗാ ദിനത്തിൻ്റെ പ്രമേയമാണ് ഒരു ഭൂമിക്ക് ഒരു ആരോഗ്യത്തിന് യോഗ. ഇനി അന്താരാഷ്ട്ര യോഗാ ദിനം എന്നാണ്? ജൂൺ 21-നാണ്. ഓക്കെ, ഓർത്ത് വയ്ക്കുക. അപ്പോൾ 2025 അന്താരാഷ്ട്ര യോഗാ ദിനത്തിൻ്റെ പ്രമേയം ഒരു ഭൂമിക്ക് ഒരു ആരോഗ്യത്തിന് യോഗ. അന്താരാഷ്ട്ര യോഗാ ദിനം ജൂൺ 21-നും ആണെന്ന് ഓർത്ത് വയ്ക്കുക. നെക്സ്റ്റ്, ഹരിത കേരളം മിഷൻ്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്ത് 1 കോടി വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കുന്നതിനായി ആരംഭിച്ച ക്യാമ്പയിൻ ഏതാണ്? ഒരു തൈ നടാം. ഹരിത കേരളം മിഷൻ്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്ത് 1 കോടി വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കുന്നതിനായി ആരംഭിച്ച ക്യാമ്പയിനാണ് ഒരു തൈ നടാം. നെക്സ്റ്റ്, ബേപ്പൂരിനും അഴീക്കലിനും ഇടയിൽ കേരളത്തിൻ്റെ സമുദ്രാതിർത്തിയിൽ തീ പിടിച്ച് അപകടത്തിൽപ്പെട്ട ചരക്ക് കപ്പൽ ഏതാണ്? MV വാൻഹായ് 503. ഓക്കെ, ബേപ്പൂരിനും അഴീക്കലിനും ഇടയിൽ കേരളത്തിൻ്റെ സമുദ്രാതിർത്തിയിൽ തീ പിടിച്ച് അപകടത്തിൽപ്പെട്ട ചരക്ക് കപ്പലാണ് MV വാൻഹായ് 503. നെക്സ്റ്റ്, തമിഴ്നാട് സർക്കാർ ഔദ്യോഗികമായി പ്രഖ്യാപിച്ച ഗ്രേറ്റർ ഫ്ലെമിംഗോ സാങ്ച്വറി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തമിഴ്നാട്ടിലെ രാമനാഥപുരം ജില്ലയിലെ ധനുഷ്കോടിയിലാണെന്ന് ഓർത്തുവയ്ക്കുക. ഓക്കെ, തമിഴ്നാട് സർക്കാർ ഔദ്യോഗികമായി പ്രഖ്യാപിച്ച ഗ്രേറ്റർ ഫ്ലെമിംഗോ സാങ്ച്വറി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തമിഴ്നാട്ടിലാണ്, ധനുഷ്കോടിയാണെന്ന് ഓർത്തുവയ്ക്കുക. തമിഴ്നാട്ടിലെ രാമനാഥപുരം ജില്ലയിലെ ധനുഷ്കോടിയാണെന്ന് ഓർത്തുവയ്ക്കുക. നെക്സ്റ്റ്, സംസ്ഥാനത്തെ അങ്കണവാടികളിൽ കുട്ടികളെ വളർച്ചാ ഘടകങ്ങൾ ശാസ്ത്രീയമായി ചിട്ടപ്പെടുത്തുന്നതിന് വനിതാ ശിശുവികസന വകുപ്പിൻ്റെ പദ്ധതി എന്താണ്? കുഞ്ഞൂസ് കാർഡ്. ഓക്കെ, സംസ്ഥാനത്തെ അങ്കണവാടികളിൽ കുട്ടികളുടെ വളർച്ചാ ഘടകങ്ങൾ ശാസ്ത്രീയമായി ചിട്ടപ്പെടുത്തുന്നതിന് വനിതാ ശിശുവികസന വകുപ്പിൻ്റെ പദ്ധതിയാണ് കുഞ്ഞൂസ് കാർഡ്. നെക്സ്റ്റ്, ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഷാഗോസ് ദ്വീപുകളുടെ പരമാധികാരം നിലവിൽ ലഭിച്ച രാജ്യം ഏതാണ്? മൗറീഷ്യസ്. ഓക്കെ, ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഷാഗോസ് ദ്വീപുകളുടെ പരമാധികാരം നിലവിൽ ലഭിച്ച രാജ്യമാണ് മൗറീഷ്യസ്. നെക്സ്റ്റ്, തിരഞ്ഞെടുക്കപ്പെട്ട 3000 ലൈബ്രറികളിലൂടെ 3 ലക്ഷം വീടുകളിലേക്ക് പുസ്തകങ്ങൾ എത്തിക്കുന്ന കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിൻ്റെ പദ്ധതി എന്താണ്? വായനാ വസന്തം വീട്ടിലേക്കൊരു പുസ്തകം. ഓക്കെ, തിരഞ്ഞെടുക്കപ്പെട്ട 3000 ലൈബ്രറികളിലൂടെ 3 ലക്ഷം വീടുകളിലേക്ക് പുസ്തകങ്ങൾ എത്തിക്കുന്ന കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിൻ്റെ പദ്ധതിയാണ് വായനാ വസന്തം വീട്ടിലേക്കൊരു പുസ്തകം. നെക്സ്റ്റ്, മലപ്പുറം കോട്ടൂർ AKMHSS സ്കൂളിലെ 51 ഭാഷകളിൽ സംസാരിക്കുന്ന AI ടീച്ചർ ആരാണ്? അക്മിറ. ഓക്കെ, അക്മിറ. മലപ്പുറം കോട്ടൂർ AKMHSS സ്കൂളിലെ 51 ഭാഷകളിൽ സംസാരിക്കാവുന്ന AI ടീച്ചറാണ് അക്മിറ. നെക്സ്റ്റ്, ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ പിയർ പാലം ഏതാണ്? മണിപ്പൂരിലെ നോണി ബ്രിഡ്ജാണ്. ഓക്കെ, ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ പിയർ പാലമാണ് മണിപ്പൂരിലെ നോണി ബ്രിഡ്ജ്. നെക്സ്റ്റ്, 2025 ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ജനറൽ മാനേജർ പദവിയിൽ നിന്ന് വിരമിച്ച ഒളിമ്പ്യൻ ആരാണ്? ഷൈനി വിൽസൺ. 2025 ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ജനറൽ മാനേജർ പദവിയിൽ നിന്ന് വിരമിച്ച ഒളിമ്പ്യനായ വ്യക്തിയാണ് ഷൈനി വിൽസൺ. നെക്സ്റ്റ്, 2025 രാജ്യത്തെ മികച്ച കൃഷി വിജ്ഞാന കേന്ദ്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ലക്ഷദ്വീപ് കൃഷി വിജ്ഞാന കേന്ദ്രമാണ്. ഓക്കെ, 2025 രാജ്യത്തെ മികച്ച കൃഷി വിജ്ഞാന കേന്ദ്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ലക്ഷദ്വീപിലെ കൃഷി വിജ്ഞാന കേന്ദ്രമാണെന്ന് ഓർത്തുവയ്ക്കുക. നെക്സ്റ്റ്, തദ്ദേശീയ മേഖലയിലെ കുട്ടികൾക്കും യുവജനങ്ങൾക്കുമായി കുടുംബശ്രീ സംഘടിപ്പിക്കുന്ന ഭാഷാ നൈപുണ്യ വികസന പദ്ധതി ഏതാണ്? കമ്മ്യൂണിക്കോർ. തദ്ദേശീയ മേഖലയിലെ കുട്ടികൾക്കും യുവജനങ്ങൾക്കുമായി കുടുംബശ്രീ സംഘടിപ്പിക്കുന്ന ഭാഷാ നൈപുണ്യ വികസന പദ്ധതിയാണ് കമ്മ്യൂണിക്കോർ. നെക്സ്റ്റ്, അന്താരാഷ്ട്ര വ്യോമഗതാഗത സംഘടനയായ അയോട്ടയുടെ വാർഷിക സമ്മേളനത്തിന് വേദിയായത് എവിടെയാണ്? ഇന്ത്യ. ഓക്കെ, അന്താരാഷ്ട്ര വ്യോമഗതാഗത സംഘടനയായ അയോട്ടയുടെ വാർഷിക സമ്മേളനത്തിന് വേദിയായത് ഇന്ത്യയാണെന്ന് ഓർത്തുവയ്ക്കുക. നെക്സ്റ്റ്, കാലാവസ്ഥാ പ്രവചനത്തിനായുള്ള മൈക്രോസോഫ്റ്റ് AI മോഡൽ അറോറ. കാലാവസ്ഥാ പ്രവചനത്തിനായുള്ള മൈക്രോസോഫ്റ്റ് AI മോഡലാണ് അറോറ. നെക്സ്റ്റ്, വിദേശ രാജ്യങ്ങൾക്കുള്ള അലുമിനിയം, ഇരുമ്പുരുക്ക് എന്നിവയുടെ ഇറക്കുമതി തീരുവ 50% ഉയർത്തിയ രാജ്യം ഏതാണ്? US ആണ്. ഓക്കെ, ഓർത്തുവയ്ക്കുക. വിദേശ രാജ്യങ്ങൾക്കുള്ള അലുമിനിയം, ഇരുമ്പുരുക്ക് എന്നിവയുടെ ഇറക്കുമതി തീരുവ 50% ഉയർത്തിയ രാജ്യമാണ് US. നെക്സ്റ്റ്, 2025 സുഗന്ധവ്യഞ്ജനങ്ങളുടെ പട്ടികയിൽ സ്പൈസസ് ബോർഡ് ഉൾപ്പെടുത്തിയ ഇനം ഏതാണ്?
ഉലുവയില, കസൂരി മേത്തി എന്നറിയപ്പെടുന്ന ഉലുവ ഇലയാണ് 2025 സുഗന്ധവ്യഞ്ജനങ്ങളുടെ പട്ടികയിൽ സ്പൈസസ് ബോർഡ് ഉൾപ്പെടുത്തിയത്. ഓക്കെ, ഓർത്തു വയ്ക്കുക. 2025 സുഗന്ധവ്യഞ്ജനങ്ങളുടെ പട്ടികയിൽ സ്പൈസസ് ബോർഡ് ഉൾപ്പെടുത്തിയ ഇനം ഏതാണ്? കസൂരി മേത്തി എന്നറിയപ്പെടുന്ന ഉലുവ ഇലയാണെന്ന് ഓർത്തു വയ്ക്കുക. നെക്സ്റ്റ്, 2025 ജൂണിൽ ഇന്ത്യയിൽ നിർത്തലാക്കാൻ തീരുമാനിച്ച ഏറ്റവും ഉയർന്ന സമ്മാനത്തുകയുള്ള സാഹിത്യ പുരസ്കാരം ഏതാണ്? JCB പുരസ്കാരം. ഓക്കെ, ഓർത്തു വയ്ക്കുക. 2025 ജൂണിൽ ഇന്ത്യയിൽ നിർത്തലാക്കാൻ തീരുമാനിച്ച ഏറ്റവും ഉയർന്ന സമ്മാനത്തുകയുള്ള സാഹിത്യ പുരസ്കാരം ഏതാണ്? JCB പുരസ്കാരമാണ്. 25 ലക്ഷം രൂപയായിരുന്നു പുരസ്കാരമായി നൽകി വന്നിരുന്നത്. അപ്പോൾ ഈ ഒരു പുരസ്കാരമാണ് 2025 ജൂണിൽ നിർത്തലാക്കിയത് എന്ന് ഓർത്തു വയ്ക്കുക. നെക്സ്റ്റ്, കൗമാരക്കാരായ പെൺകുട്ടികളുടെ നൈപുണ്യ വികസനത്തിനായി ഇന്ത്യ ഗവൺമെൻറ് 2025 ജൂണിൽ ആരംഭിച്ച പദ്ധതി ഏതാണ്? നവ്യ. കൗമാരക്കാരായ പെൺകുട്ടികളുടെ നൈപുണ്യ വികസനത്തിനായി ഇന്ത്യ ഗവൺമെൻറ് 2025 ജൂണിൽ ആരംഭിച്ച പദ്ധതിയാണ് നവ്യ. നെക്സ്റ്റ്, 2025 ലോക ലഹരി വിരുദ്ധ ദിനത്തിൻ്റെ പ്രമേയം എന്താണ്? സമൂഹത്തിൽ ലഹരി ഉപയോഗം തടയുന്നതിനും ചികിത്സിക്കുന്നതിനും നീതിന്യായ വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുക. ഓക്കെ, ഓർത്തു വയ്ക്കുക. 2025 ലോക ലഹരി വിരുദ്ധ ദിനത്തിൻ്റെ പ്രമേയമാണ് സമൂഹത്തിൽ ലഹരി ഉപയോഗം തടയുന്നതിനും ചികിത്സിക്കുന്നതിനും നീതിന്യായ വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുക. എന്നാണ് ലോക ലഹരി വിരുദ്ധ ദിനം? ജൂൺ 26-നാണ്. ഓക്കെ, ഓർത്തു വയ്ക്കുക. അപ്പോൾ 2025 ലോക ലഹരി വിരുദ്ധ ദിനത്തിൻ്റെ പ്രമേയമാണ് സമൂഹത്തിൽ ലഹരി ഉപയോഗം തടയുന്നതിനും ചികിത്സിക്കുന്നതിനും നീതിന്യായ വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുക. ലോക ലഹരി വിരുദ്ധ ദിനം എന്നാണ്? ജൂൺ 26-നാണെന്ന് ഓർത്തു വയ്ക്കുക. നെക്സ്റ്റ്, വാട്ടർ അതോറിറ്റിയുടെ 110 വർഷത്തെ ചരിത്രം പങ്കുവയ്ക്കുന്നതിനായി വാട്ടർ മ്യൂസിയം സ്ഥാപിതമാകുന്നത് എവിടെയാണ്? വെള്ളയമ്പലത്താണ്. ഓക്കെ, ഓർത്തു വയ്ക്കുക. വാട്ടർ അതോറിറ്റിയുടെ 110 വർഷത്തെ ചരിത്രം പങ്കുവയ്ക്കുന്നതിനായി വാട്ടർ മ്യൂസിയം സ്ഥാപിതമാകുന്നത് എവിടെയാണ്? വെള്ളയമ്പലത്തിലാണെന്ന് ഓർത്തു വയ്ക്കുക. നെക്സ്റ്റ്, വാങ്ങുന്ന മരുന്നുകളുടെ ഗുണനിലവാരം നമുക്ക് തന്നെ പരിശോധിക്കാൻ സഹായിക്കുന്ന മൊബൈൽ ആപ്ലിക്കേഷൻ മെഡ് വാച്ച്. ഓക്കെ, വാങ്ങുന്ന മരുന്നുകളുടെ ഗുണനിലവാരം നമുക്ക് തന്നെ പരിശോധിക്കാൻ സഹായിക്കുന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ഏതാണ്? മെഡ് വാച്ച്. നെക്സ്റ്റ്, ചരിത്രരേഖകളും മറ്റും പൊതുജനങ്ങൾക്കായി പ്രദർശിപ്പിക്കാൻ ജയിൽ മ്യൂസിയം നിലവിൽ വരുന്നത് എവിടെയാണ്? കണ്ണൂരാണ്. ഓക്കെ, ഓർത്തു വയ്ക്കുക. ചരിത്രരേഖകളും മറ്റും പൊതുജനങ്ങൾക്കായി പ്രദർശിപ്പിക്കാൻ ജയിൽ മ്യൂസിയം നിലവിൽ വരുന്നത് കണ്ണൂരിലാണെന്ന് ഓർത്തു വയ്ക്കുക. നെക്സ്റ്റ്, ഉയർന്ന പ്രദേശങ്ങളിലെ അടിയന്തര സാഹചര്യങ്ങൾക്കായി ഇന്ത്യൻ സൈന്യം ഓക്സിജൻ പ്ലാന്റ് ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? അരുണാചൽ പ്രദേശിലെ തവാങ്ങിലാണെന്ന് ഓർത്തു വയ്ക്കുക. അരുണാചൽ പ്രദേശിലെ തവാങ്. ഓക്കെ, ഉയർന്ന പ്രദേശങ്ങളിലെ അടിയന്തര സാഹചര്യങ്ങൾക്കായി ഇന്ത്യൻ സൈന്യം ഓക്സിജൻ പ്ലാന്റ് ഉദ്ഘാടനം ചെയ്തത് അരുണാചൽ പ്രദേശിലെ തവാങ്ങിലാണെന്ന് ഓർത്തു വയ്ക്കുക. നെക്സ്റ്റ്, കേരള ക്രിക്കറ്റ് അസോസിയേഷൻ്റെ കീഴിൽ ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റ് സ്റ്റേഡിയം നിലവിൽ വരുന്ന ജില്ല ഏതാണ്? കൊല്ലം. കൊല്ലത്തെ എഴുകോണിലാണ് ഈ ഒരു ക്രിക്കറ്റ് സ്റ്റേഡിയം നിലവിൽ വരുന്നത് എന്നുകൂടി ഓർത്തു വയ്ക്കുക. ഓക്കെ, അപ്പോൾ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ്റെ കീഴിൽ ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റ് സ്റ്റേഡിയം നിലവിൽ വരുന്നത് എവിടെയാണ്? കൊല്ലം ജില്ലയിലാണ്. കൊല്ലം ജില്ലയിലെ എഴുകോണിലാണെന്ന് ഓർത്തു വയ്ക്കുക. നെക്സ്റ്റ്, 2025 ലോക ഹൈഡ്രജൻ ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന നഗരം ഏതാണ്? നെതർലാൻഡ്സിലെ റോട്ടർഡാമാണെന്ന് ഓർത്തു വയ്ക്കുക. 2025 ലോക ഹൈഡ്രജൻ ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്നത് എവിടെയാണ്? നെതർലാൻഡ്സിലെ റോട്ടർഡാമാണെന്ന് ഓർത്തു വയ്ക്കുക. നെക്സ്റ്റ്, ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് സഹായകമാകാൻ കേന്ദ്ര സർക്കാരിൻ്റെ ആദ്യ ദേശീയ ലഹരി വിരുദ്ധ സംവിധാനം ഏതാണ്? മാനസ്. ഓക്കെ, ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് സഹായകമാവാൻ കേന്ദ്ര സർക്കാരിൻ്റെ ആദ്യ ദേശീയ ലഹരി വിരുദ്ധ സംവിധാനമാണ് മാനസ്. മാനസിൻ്റെ ടോൾ ഫ്രീ നമ്പർ എത്രയാണ്? 1933. നെക്സ്റ്റ്, 2025 അന്തരിച്ച കടുവ സംരക്ഷണത്തിനായി ജീവിതം നീക്കിവെച്ച ടൈഗർ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകൻ ആരാണ്? വാത്മീക് ദാപ്പർ. ഓക്കെ, 2025 അന്തരിച്ച കടുവ സംരക്ഷണത്തിനായി ജീവിതം നീക്കിവെച്ച ടൈഗർ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് വാത്മീക് ദാപ്പർ. അപ്പോൾ അദ്ദേഹം അടുത്തിടെ അന്തരിച്ചു. ഓക്കെ, ഓർത്തു വയ്ക്കുക. നെക്സ്റ്റ്, 2025 സമാധാനത്തിനുള്ള ഗോൾഡ് മെർക്കുറി അവാർഡ് ലഭിച്ചത് ആർക്കാണ്?
ദലൈലാമയ്ക്കാണ്. ഓക്കെ, 2025 സമാധാനത്തിനുള്ള ഗോൾഡ് മെർക്കുറി അവാർഡ് ലഭിച്ചത് ആർക്കാണ്? ദലൈലാമയ്ക്കാണ്. സമാധാനം, അഹിംസ, ദയ, പാരിസ്ഥിതിക സംരക്ഷണം തുടങ്ങിയ മേഖലകളിലെ അദ്ദേഹത്തിൻ്റെ സംഭാവനകളെ അംഗീകരിച്ചാണ് ഈ ഒരു പുരസ്കാരം ലഭിച്ചത് എന്നുകൂടി ഓർത്തുവെക്കുക. ഓക്കെ, അപ്പോൾ 2025 സമാധാനത്തിനുള്ള ഗോൾഡ് മെർക്കുറി അവാർഡ് ലഭിച്ചത് ആർക്കാണ്? ദലൈലാമയ്ക്കാണ്. സമാധാനം, അഹിംസ, ദയ, പാരിസ്ഥിതിക സംരക്ഷണം തുടങ്ങിയവ മേഖലകളിലെ അദ്ദേഹത്തിൻ്റെ സംഭാവനകളെ അംഗീകരിച്ചു കൂടിയാണ് ഈ ഒരു പുരസ്കാരം ലഭിച്ചത്. നെക്സ്റ്റ്, അടിസ്ഥാന സൗകര്യ വികസനത്തിൽ ഇന്ത്യയിൽ മികച്ച 100 പഞ്ചായത്തുകളിൽ ഉൾപ്പെട്ട കേരളത്തിലെ പഞ്ചായത്തുകൾ ഏതൊക്കെയാണ്? തിരുവനന്തപുരം ജില്ലയിലെ പാറശാലയും പൂവച്ചലുമാണെന്ന് ഓർത്തുവെക്കുക. ഓക്കെ, അടിസ്ഥാന സൗകര്യ വികസനത്തിൽ ഇന്ത്യയിൽ മികച്ച 100 പഞ്ചായത്തുകളിൽ ഉൾപ്പെട്ട കേരളത്തിലെ പഞ്ചായത്തുകളാണ് തിരുവനന്തപുരം ജില്ലയിലെ പാറശാലയും അതുപോലെ പൂവച്ചലും. പാറശാലയ്ക്ക് 53-ാം സ്ഥാനവും പൂവച്ചലിന് 75-ാം സ്ഥാനവുമാണെന്ന് ഓർത്തുവെക്കുക. നെക്സ്റ്റ്, ഇന്ത്യ കണ്ട ഏറ്റവും വലിയ രണ്ടാമത്തെ വിമാന ദുരന്തം ഏതാണ്? അഹമ്മദാബാദ് വിമാന ദുരന്തം. അഹമ്മദാബാദ് വിമാന ദുരന്തം ഓർത്തുവെക്കുക. 2025 ജൂൺ 12-നാണ് ഈ ഒരു ദുരന്തം സംഭവിക്കുന്നത്. അഹമ്മദാബാദിൽ നിന്നും ലണ്ടനിലെ ഗാറ്റ്വിക്കിലേക്ക് പോവുകയായിരുന്ന AI-171 എന്ന വിമാനമാണ് അപ്രതീക്ഷിതമായിട്ട് അഹമ്മദാബാദ് വിമാനത്താവളത്തിന് പുറത്ത് തകർന്നു വീണത്. വിമാനത്തിൽ ഏകദേശം 232 യാത്രക്കാരും 10 ജീവനക്കാരുമായിരുന്നു ഉണ്ടായിരുന്നത്. അതായത് മൊത്തം 242 പേരായിരുന്നു ഉണ്ടായിരുന്നത്. ഇതിൽ ഒരാളൊഴികെ ബാക്കി എല്ലാവരും അപകടത്തിൽ മരിച്ചു. ഓക്കെ, ഓർത്തു വയ്ക്കുക. അപ്പോൾ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ രണ്ടാമത്തെ വിമാന ദുരന്തമാണ് അഹമ്മദാബാദ് വിമാന ദുരന്തം. 2025 ജൂൺ 12-നാണ് ഈ ഒരു അപകടം സംഭവിക്കുന്നത്. വിമാനത്തിൽ 232 യാത്രക്കാരും 10 ജീവനക്കാരുമായി ആകെ 242 പേരായിരുന്നു ഉണ്ടായിരുന്നത്. ഇതിൽ ഒരാളൊഴികെ അതായത് ബാക്കി 241 പേരും ഈ ഒരു വിമാന അപകടത്തിൽ മരിച്ചു. ഇനി ഓർത്ത് വെക്കേണ്ട മറ്റൊരു പോയിന്റ് എന്ന് പറയുന്നത് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ രണ്ടാമത്തെ വിമാന ദുരന്തമാണ് അഹമ്മദാബാദ് വിമാന ദുരന്തം എന്ന് പറഞ്ഞു. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ വിമാന ദുരന്തം ഏതായിരുന്നു? ഹരിയാനയിലെ ചർഗി ദാദ്രയ്ക്ക് സമീപം 1996 നവംബർ 12-ന് നടന്ന വിമാന ദുരന്തമാണ്. ഓക്കെ, ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ വിമാന ദുരന്തം ഹരിയാനയിലെ ചർഗി ദാദ്രയ്ക്ക് സമീപം 1996 നവംബർ 12-ന് നടന്ന വിമാന ദുരന്തമാണ്. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ രണ്ടാമത്തെ വിമാന ദുരന്തം ഏതാണ്? 2025 ജൂൺ 12-ന് അഹമ്മദാബാദ് വിമാനത്താവളത്തിന് പുറത്ത് വെച്ച് നടന്ന ഈ ഒരു അഹമ്മദാബാദ് വിമാന ദുരന്തമാണെന്ന് കൂടി ഓർത്തു വയ്ക്കുക. നെക്സ്റ്റ്, 2025 ജൂണിൽ അഹമ്മദാബാദ് വിമാന അപകടത്തിൽ മരണപ്പെട്ട ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രി ആരാണ്? വിജയ് രൂപാണി. 2025 ജൂണിൽ അഹമ്മദാബാദ് വിമാന അപകടത്തിൽ മരണപ്പെട്ട ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രിയാണ് വിജയ് രൂപാണി.